വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സുനിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ദീപകിനെ പോലീസ് അന്വേഷിക്കുന്നത്. ബാംഗ്ലൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏപ്രിൽ മാസം 17-ാം തീയതിയാണ് ഈ സുനിത ബാംഗ്ലൂരിലേക്ക് തൊഴിൽ തേടി പോകുന്നത്. പ്രധാനമായും ഇവരെ നമുക്കെല്ലാം അറിയാം. ഷെറിൻ കേസ് ഓർമ്മയില്ലേ? കാരണവർ കേസിലെ പ്രതിയായ ഷെറിൻ, ഇവരുടെ സഹതടവുകാരിയായിരുന്നു സുനിത. അന്ന് ഷെറിന് നിയമവിരുദ്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന പരാതി ഉയർത്തിയത് ഇവരാണ്. ഇവർ വാടാനപ്പള്ളിയിൽ തെരുവ് നായ്ക്കളെയൊക്കെ സംരക്ഷിക്കുക വരുന്ന സ്ത്രീയായിരുന്നു. ഇതിനിടയിലാണ് സ്കൂൾ പൂട്ടിയതോടുകൂടി തെരുവ് നായ്ക്കൾക്ക് സ്കൂളിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെയാണ് ഇവർ കൊണ്ടുവന്ന് കൊടുക്കാറ്. പക്ഷേ സ്കൂൾ പൂട്ടിയതോടുകൂടി അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. അപ്പോഴാണ് ഇത്തരത്തിലൊരു പരസ്യം കാണുന്നത്. ബാംഗ്ലൂരിൽ വളർത്ത് ഈ നായ്ക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനമുണ്ട്. മാസം 40,000 രൂപ ശമ്പളം എന്നൊരു പരസ്യം കണ്ടു. ഈ പരസ്യം കണ്ടിട്ടാണ് സുനിതയും സുനിതയുടെ ഭർത്താവും ഒക്കെ അങ്ങോട്ട് പോകുന്നത്. സുനിതയോടൊപ്പം വേറെ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇയാൾ ഈ ദീപക് ശാരീരിക ഉപദ്രവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ സുനിതയെ ദീപക് നെഞ്ചിൽ ചവിട്ടുകയാണ്, ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയാണ്. അത് മെയ് മാസം 3-ാം തീയതിയാണ്. ഗുരുതരമായ പരിക്കേറ്റവരെ കഴിഞ്ഞ ദിവസമാണ് വെന്റിലേറ്ററിൽ തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ വെച്ച് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ ദീപകിനെ തിരയുന്നത്. കൊല്ലം സ്വദേശിയാണ് ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാളെ കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് സുനിതയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം മൃതദേഹ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ദീപകിനെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിലാണ് ദീപകിന്റെ മുൻകാല ചരിത്രം, ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ ദീപക് ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. താങ്ക് യു ജെയ്സൺ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇയാള് 3 കോടി രൂപ തട്ടിയ കേസിൽ ദുബായിൽ നിന്ന് വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് വന്നയാളാണ് എന്നാണ് അല്ലേ? ചുറ്റും നടക്കുന്ന മനുഷ്യരെയൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ചക്കയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചോള എടുത്തിട്ട് പരിശോധിക്കാൻ പറ്റും. മനുഷ്യർ അങ്ങനെ വല്ലതും ആണോ?